ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രത്യേകതകളുള്ള, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബായ വെർബ് ബി, അതിന്റെ അർത്ഥം ആയിരിക്കുക അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈ വെർബിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാസ്റ്റ് ഫോമിൽ എത്തിയിരിക്കുകയാണ്. പാസ്റ്റ് ഫോമിലെ പ്രത്യേകത, ഈ വെർബിന് രണ്ട് രൂപങ്ങളുണ്ട്. പാസ്റ്റ് ഫോമില് വാസ്, വേ. വാസ് എന്നുള്ളത് സിംഗുലർ ആണെന്ന് നമ്മൾ കണ്ടു, വേറെ എന്നുള്ളത് പ്ലൂരൽ ആണ്. അർത്ഥം തന്നെയാണ്. വാസിന്റെ വേണ്ട അർത്ഥം ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, അവസ്ഥയെ കാണിക്കാൻ, ഇത് പ്രസൻസിനെ കാണിക്കാൻ. അപ്പൊ നമ്മൾ ഈ അവസ്ഥയെ കാണിക്കുന്ന ആയിരുന്നു എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷവാനായിരുന്നു. അപ്പൊ ഐയുടെ പ്രത്യേകതയെ നമ്മൾ കണ്ടു. ഇവിടെ ഐ ഉപയോഗിക്കുന്നത് എന്തായിട്ടാണ്? ഐ, ഞാൻ, സിംഗുലർ ആയിട്ടാണ്. ഇംഗ്ലീഷില് മിക്കപ്പോഴും ഐ പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കുക, ചിലപ്പോൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കും. ഇവിടെ കണ്ടതുപോലെ ഐ ആം ഹാപ്പി, ഐ ആം. ഇവിടെ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുള്ളൂ, പ്ലൂറൽ ആയിട്ടല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഐ വാസ് ഹാപ്പി. ചോദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഈ വാസ് എന്നുള്ളത് മുമ്പിൽ കൊണ്ടുവന്നിട്ടാണ് ആദ്യം. ഇംഗ്ലീഷുകാർ അങ്ങനെ ചോദ്യം ഉണ്ടാക്കുന്നത് വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടും. നമ്മൾ നേരത്തെയും കണ്ടു, ഈ വെർബിനെ മാത്രം ഇംഗ്ലീഷുകാർ മുറിക്കൊന്നുമില്ല. ഒരു കഷ്ണമുള്ളെങ്കിലും അതേപടി തന്നെ പൊക്കി മുന്നിൽ കൊണ്ടുവന്നിട്ട് ചോദ്യമാക്കും. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷവാനായിരുന്നു. ക്വസ്റ്റ്യൻ എന്താണ്? വാസ് ഐ ഹാപ്പി, വാസ് ഐ ഹാപ്പി. അപ്പൊ പഠിക്കുമ്പോ അങ്ങനെ പഠിക്കണം. വാസ് ഐ ഹാപ്പി, വാസ് ഐ ഹാപ്പി അങ്ങനെയല്ല. വാസ് ഐ ഹാപ്പി, വാസ് ഐ സ്മാർട്ട്, വാസ് ഐ പങ്ക്ച്വൽ, വാസ് ഐ റിച്ച്, വാസ് ഐ പുവർ. ഓക്കെ, അങ്ങനെ പഠിക്കണേ. നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. വാസ് ഐ ഹാപ്പി, ഞാൻ സന്തോഷവാനായിരുന്നു. വാസ് ഐ സ്മാർട്ട്, ഞാൻ സ്മാർട്ട് ആയിരുന്നു. വാസ് ഐ കൈൻഡ്, ഞാൻ ദയുള്ളവനായിരുന്നു. വാസ് ഐ പങ്ക്ച്വൽ, ഞാൻ പങ്ക്ച്വൽ ആയിരുന്നു, സമയകൃത്യതയുള്ളവനായിരുന്നു. ഇവിടെ ഹീയും ഷീയും ഇതെല്ലാം സിംഗുലർ, അതുകൊണ്ടാണ് നമ്മൾ വാസ് ഉപയോഗിക്കുന്നത്. വാസ് ഈ ഹാപ്പി, അവൻ സന്തോഷവാനായിരുന്നു. വാസ് ഈ സ്മാർട്ട്, വാസ് ഈ സ്മാർട്ട് അങ്ങനെ പഠിക്കണം. വാസ് ഈ സ്മാർട്ട് അല്ല, വാസ് ഈ സ്മാർട്ട്, അവൻ സ്മാർട്ട് ആയിരുന്നു. വാസ് ഈ കൈൻഡ്, അവൻ ദയുള്ളവനായിരുന്നു. വാസ് ഈ പങ്ക്ച്വൽ, അവൻ പങ്ക്ച്വൽ ആയിരുന്നു. ഷീ വെച്ച് വാസ് ഷീ ഹാപ്പി, അവൾ സന്തോഷമുള്ളവളായിരുന്നു അല്ലെങ്കിൽ സന്തോഷവതിയായിരുന്നു, അങ്ങനെ പറയാം. വാസ് ഷീ സ്മാർട്ട്, അവൾ സ്മാർട്ട് ആയിരുന്നു. വാസ് ഷീ കൈൻഡ്, അവൾ ദയുള്ളവളായിരുന്നു. വാസ് ഷീ പങ്ക്ച്വൽ, അവൾ പങ്ക്ച്വൽ ആയിരുന്നു. രാജുവിനെ വെച്ച് വാസ് രാജു ഹാപ്പി, വാസ് രാജു ഹാപ്പി. പക്ഷെ നമ്മൾ അങ്ങനെ പറയാറില്ല, രാജു അങ്ങനെ പേര് പറയാറില്ല. ഇതിന് വരെ രാജുവിന് വരെ ഹീ വയ്ക്കും, സീതയാണെങ്കിൽ ഷീ വയ്ക്കും. രാജുവിനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പിന്നെ രാജു എന്ന് പറയാറില്ല, വാസ് ഹി ഹാപ്പി, അവൻ സന്തോഷവാനായിരുന്നു അങ്ങനെ ചോദിക്കുള്ളേ. ഇനി ഇത് വെച്ച് പറയാം. വാസ് ഐ എ ടീച്ചർ, വാസ് ഐ എ ടീച്ചർ, ഞാനൊരു അധ്യാപകനായിരുന്നു. വാസ് ഐ എ സ്റ്റുഡന്റ്, ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു. വാസ് ഐ എ കോച്ച്, ഞാനൊരു കോച്ച് ആയിരുന്നു. ഈ വെച്ച് വാസ് ഹി എ ടീച്ചർ, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. വാസ് ഹി എ സ്റ്റുഡന്റ്, അവനൊരു വിദ്യാർത്ഥിയായിരുന്നു, അവനൊരു വിദ്യാർത്ഥിയായിരുന്നു. വാസ് ഹി എ കോച്ച്, അവനൊരു കോച്ച് ആയിരുന്നു. ഷീ വെച്ച് വാസ് ഷീ എ ടീച്ചർ, അവളൊരു അധ്യാപികയായിരുന്നു. വാസ് ഷീ എ സ്റ്റുഡന്റ്, അവളൊരു വിദ്യാർത്ഥിയായിരുന്നു. അവൾ ചോദിക്കില്ല, ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അവൾ, അല്ലെങ്കിൽ അവൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. വാസ് ഷീ എ സ്റ്റുഡന്റ് ഓഫ് ദിസ് സ്കൂൾ, വാസ് ഷീ എ സ്റ്റുഡന്റ് ഓഫ് ദിസ് സ്കൂൾ, ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ആയിരുന്നു അവൾ, അങ്ങനെ നമ്മൾ ചോദിക്കില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. വാസ് ഷീ എ കോച്ച്, വാസ് ഷീ എ കോച്ച്, അവൾ ഈ സ്കൂളിൽ ഒരു കോച്ചായിരുന്നു. വാസ് ഷീ എ കോച്ച് ഓഫ് ദിസ് സ്കൂൾ, അങ്ങനെ ചോദിക്കാം. അതുപോലെ വേറെ വാചകങ്ങള്. വാസ് ഐ യുവർ ഫ്രണ്ട്, ഞാൻ നിന്റെ കൂട്ടുകാരനായിരുന്നു. വാസ് ഐ യുവർ ഫ്രണ്ട്. വാസ് ഐ യുവർ ടീച്ചർ, ഞാൻ നിന്റെ അധ്യാപകനായിരുന്നു. വാസ് ഐ യുവർ ടീച്ചർ, നമ്മളെ പഠിപ്പിച്ചൊരു സാറിനെ കണ്ട് നമ്മൾ എന്ന വിഷയം, അപ്പോ സാറിന് നമ്മളെ ഓർക്കുന്നില്ല. വാസ് ഐ യുവർ ടീച്ചർ, വാസ് ഐ യുവർ ടീച്ചർ, ഞാൻ നിന്റെ അധ്യാപകനായിരുന്നു, അങ്ങനെ പറയില്ല. ഓക്കെ, സന്ദർഭം നമ്മൾ മനസ്സിലേക്ക് കാണണേ, അപ്പൊ എളുപ്പമായിരിക്കേ. വാസ് ഐ ഹിസ് ടീച്ചർ, ഞാൻ അവന്റെ അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ വാസ് ഹി അവർ ടീച്ചർ, അദ്ദേഹം നമ്മുടെ അധ്യാപകനായിരുന്നു. വാസ് ഹി അവർ ടീച്ചർ, അദ്ദേഹം നമ്മുടെ അധ്യാപകനായിരുന്നു. വാസ് ഹി അവർ കോച്ച്,
അദ്ദേഹം നമ്മുടെ കോച്ചായിരുന്നു. അങ്ങനെ മറ്റു വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഇത് രണ്ടാമത്തെ വാചകമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ആദ്യത്തെ വാചകം ഞാൻ സന്തോഷവാനായിരുന്നു, ഐ വാസ് ഹാപ്പി. ചോദ്യം എന്താണ്? വാസ് ഐ ഹാപ്പി, വാസ് ഐ ഹാപ്പി. അങ്ങനെ പഠിക്കുക. ഞാൻ സന്തോഷവാനായിരുന്നു. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് ആദ്യം ഒരാൾ മലയാളം, മറ്റാൾ അതിന്റെ ഇംഗ്ലീഷ് പറയുക. അപ്പൊ ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. വേറെ വാക്കുകളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നന്നായിരിക്കും. പക്ഷേ അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. ചില വാചകങ്ങൾ പറയുമ്പോൾ നമുക്ക് അർത്ഥം അത്ര സുഖമായിട്ട് തോന്നത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഇനിയുള്ളത് നമ്മുടെ വെർബിന്റെ ലിസ്റ്റ് ആണ്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് എങ്കിലും പഠിക്കണം, ഈ ഫോംസ് പഠിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണം ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമില് വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ.
നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 5ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട്. 4 രൂപങ്ങൾ, ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കാണുകയുണ്ടായി. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ ഇതിൽ നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത്, വെർബ് ബി ഒഴിച്ച്, നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ബേസ് ഫോം പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല. അപ്പൊ ഞാൻ വായിക്കുകയാണ്: bend, 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 send, 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 spend, 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 lend, lend, lend. ഈ വാക്കുകള്, വെർബുകളെ ശ്രദ്ധിക്കുക. ഇവിടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പ്രത്യേകം പഠിക്കണം. ഇങ്ങനെയുള്ള വെർബുകളൊക്കെ ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമ്മളത് വായിക്കുകയാണ്: ആർഗ്യൂ, ആർഗ്യൂഡ്, ആർഗ്യൂഡ്, അപ്പിയർ, അപ്പിയർഡ്, അപ്പിയർഡ്, avoid, avoided, avoided, boast, boasted, boasted, bow, bowed, bowed, chase, chased, chased, cheat, cheated, cheated, confess, confessed, confessed, consider, considered, considered, discover, discovered, discovered, deceive, deceived, deceived, encourage, encouraged, encouraged, explain, explained, explained, frighten, frighten, frightened, gather, gathered, gathered, happen, 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 hate, hated, hated, imagine, imagined, imagined, inform, informed, informed, kick, kicked, kicked, kill, killed, killed, marry, married, married, melt, melted, melted, observe, observed, observed, പ്ലാൻ, പ്ലാന്റഡ്, പ്ലാന്റഡ്. ഇത് നിങ്ങൾ ആവർത്തിച്ച് പഠിക്കണേ. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവയെല്ലാം. ഇത് നമ്മൾ പഠിക്കണം, അർത്ഥം പഠിക്കണം, അതിന്റെ പ്രത്യേകതകളും പഠിക്കണം. ഓക്കെ.